ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നിത്യ അവന്തികയെ വിളിക്കുകയാണ്. അത് പിന്നെ മേഡം, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. മരുന്ന് കൊടുക്കാൻ സാധിച്ചില്ല, ഇനിയോട്ട് കൊടുക്കാൻ തോന്നുമെന്നും എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം അവളിപ്പോൾ OT മാറ്റിയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ തൻ്റെ കയ്യിലുള്ള കപ്പ് എറിഞ്ഞുടയ്ക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ലേബർ റൂമിലുള്ള ആതിരയാണ്. എല്ലാവരും ടെൻഷനോടെ പുറത്തു നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ധ്യയെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോകുന്ന നന്ദനെയാണ്. ഇനിയിപ്പോ വീട്ടിൽ പോയാൽ സഹായത്തിന് ആരുമില്ലല്ലോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ, അതിനിപ്പോ എൻ്റെ ഹെൽത്ത് എല്ലാം ഓക്കെ അല്ലേ, എനിക്കിനി ആരുടെയും സഹായമില്ലെന്ന് സന്ധ്യ പറയുന്നു. അങ്ങനെയൊന്നും ഇപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള ജീവിതത്തിൽ ഒരാളുടെ സഹായമൊക്കെ വേണ്ടി വന്നാലോ, അതൊക്കെ അപ്പോൾ ആലോചിക്കാമെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വേണം എനിക്കൊരു യാത്ര പോകാൻ. അതിന് നന്ദൻ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിന് എന്താ തടസ്സം? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ യാത്ര പോകുന്നത്. എൻ്റെ കൂടെ വരേണ്ടയാളെ ഇതുവരെ എനിക്ക് അനുവാദം തന്നിട്ടില്ല. എന്നാൽ അയാളോട് തുറന്നു ചോദിച്ചുകൂടെ കൂടെ വരുമോ എന്ന്. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, ചോദിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷേ ഉള്ളിലൊരു പേടി. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ, അതെന്താ അത്രയ്ക്ക് ഉറപ്പെന്ന് സന്ധ്യ ചോദിക്കുന്നു. അല്ല, നന്ദൻ എവിടേക്ക് പോകണമെന്ന ആഗ്രഹം? അത് പിന്നെ ഞാൻ സ്നേഹിക്കുന്നയാളുടെ കൂടെ കാനഡയിലേക്ക് പോകണമെന്ന എൻ്റെ ആഗ്രഹം. എന്താണെങ്കിലും നന്ദന്റെ ആഗ്രഹം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് സന്ധ്യ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നിത്യ കുത്തിവെക്കാൻ ഉപയോഗിച്ച മരുന്നിന്റെ ഫോട്ടോ സന്ധ്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അർച്ചന. അത് കണ്ടതിന് ശേഷം സന്ധ്യ അർച്ചനയെ വിളിക്കുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ നോർമൽ ഡെലിവറിയിലൂടെ തന്നെ പുറത്തെടുക്കാനുള്ള മരുന്നാണിത്. കൂടാതെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പ്രഗ്നന്റ് ലേഡിക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ വയറ്റിലുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്നും സന്ധ്യ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. ആതിര പ്രസവിച്ചു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ തന്റെ കയ്യിൽ വാങ്ങുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ലാളിക്കുന്നതെല്ലാവരും നോക്കി നിൽക്കുകയാണ്. സച്ചി വിഷമത്തോടെ അർച്ചനയെ നോക്കുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ സിസ്റ്റർ വന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെ കാണാൻ ചെന്നിരിക്കുന്ന അവന്തികയാണ്. ധനുഷ് ദേഷ്യത്തോടെ അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നിന്റെ നിൽപ്പ് കണ്ടാ തോന്നുമല്ലോ ഞാനാണ് നിന്നെ ഇതിന്റെ അകത്ത് പിടിച്ചിട്ടതെന്ന്. വന്ന കാര്യം നടത്തിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്കപ്പ തന്നെ കല്യാണം കഴിക്കണം. ആ തീരുമാനമാണ് നിന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് ചോദിക്കുകയാണ്, ഞാനും ബിജുവും കൂടി ഒന്നിച്ചുള്ള വീഡിയോ നീ എന്തിനാ എടുത്തത്? ഞാനൊന്നുമല്ല. ഞാനെന്തിനാ അതൊക്കെ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ വീഡിയോ എടുക്കണമായിരുന്നു? നിനക്കിപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത്. നമ്മുടെ പുറകെ അർച്ചന ആരെയോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സച്ചി ഒളിപ്പിച്ച സ്ഥലം ഇത്ര കൃത്യമായി അർച്ചന എങ്ങനെ കണ്ടെത്തി? ഇതൊക്കെ ഞാൻ ഇനിയും നിനക്ക് പറഞ്ഞു തരണോ? ഇതിന്റെയൊക്കെ പിന്നിലെ ആ അർച്ചന തന്നെയാ. അർച്ചനയെ കൊന്നിട്ടാണ് നീ ഇതുപോലെ വന്ന് നിന്നിരുന്നതെങ്കിലേ ഞാൻ സന്തോഷിച്ചേനെ. ഇപ്പോ മറ്റൊരു വാർത്തയും കൂടിയുണ്ട്, അവളുടെ അനിയത്തി പ്രസവിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ധനുഷ് ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തിക പറയുകയാണ്, 14 ദിവസത്തെ റിമാൻഡിന് ശേഷം നിന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോഴേ നിനക്ക് വേണ്ടി നല്ലൊരു അഡ്വക്കേറ്റിനെ തന്നെ ഞാൻ ഏർപ്പാടാക്കും. പക്ഷേ ഈ 14 ദിവസവും നീ വെറുതെ ഇരുന്നാൽ പോരാ, ഇനിയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാ വേണ്ടത്. ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ്, ആദ്യം ചെയ്യേണ്ടതേ നീ നിന്റെ ഭർത്താവ് നന്ദനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ സ്വീകരിക്കാൻ നിന്റെ ഒപ്പം നന്ദനും കാണും. ഇത് കേൾക്കുന്ന അവന്തിക ചോദിക്കുകയാണ്, ഞാൻ എന്തു പറഞ്ഞ അയാളെ കൂട്ടിക്കൊണ്ടുവരേണ്ടത്? നിനക്ക് കാണണമെന്നോ? പിന്നെ ഈ കമ്പിവേലി ഉള്ളത് കൊണ്ട് നിനക്ക് അടി കിട്ടില്ലെന്ന് മാത്രം വിശ്വസിക്കാം. നന്ദൻ ഇവിടം വരെ ഒന്ന് വന്നാൽ ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ ആയിട്ട് പറയണ്ട. എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ആരെയെങ്കിലും നന്ദന്റെ അടുത്തേക്ക് അയച്ചാൽ മതി. ഇത്രയും നാളും സ്നേഹയെ മുൻനിർത്തിയാണ് ഞാൻ കളിച്ചതെങ്കിലേ ഇനി ഞാൻ ചതിയിലൂടെയാ കളിക്കാൻ പോകുന്നത്. ഈ ഷാഹിർ മുഹമ്മദ് ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചന കുഞ്ഞിനെ ലാളിക്കുമ്പോൾ ആതിര പറയുകയാണ്, അതെ ചേച്ചി, ഇവളെങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടിരുന്ന അവക്കതൊരു ശീലമാകും. അതിനെന്താ, എൻ്റെ പൊന്നിനെ ഞാൻ എപ്പോഴും എടുത്തോളാമെന്ന് അർച്ചന പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ്. അതെ, നീ കുഞ്ഞിന്റെ വല്യമ്മയാണെങ്കിൽ ഞാൻ കുഞ്ഞിന്റെ മൂത്തമ്മയാ, ഞാനും എടുക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കയ്യിൽ വാങ്ങുകയാണ് അവന്തിക. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.